സ്ത്രീ പീഡനം ഇല്ലാതെയാക്കാനുള്ള ഇസ്ലാമിക നിർദ്ദേശം എന്തെല്ലാമാണ്? ഒന്നാമതായി, പെണ്ണിനെ പുരുഷനെപ്പോലെ തന്നെ അസ്തിത്വമുള്ള, അഭിമാനമുള്ള, മാനമുള്ള, വികാരങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള ഒരുവളായി അംഗീകരിക്കുകയും അവളുമായുള്ള പാരസ്പര്യമല്ലാതെ അവളെ നേടിയെടുക്കുക എന്ന ലക്ഷ്യം അല്ല പുരുഷനുണ്ടാകേണ്ടത് എന്ന് പഠിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള പ്രാഥമികമായ നിർദ്ദേശം. ഖുർആനിൽ പെണ്ണിനെക്കുറിച്ച്, പെണ്ണ് എന്ന തലക്കെട്ടിൽ തന്നെ ഒരു സൂറത്തുണ്ട്. സൂറത്തുൻ നിസാ, സ്ത്രീകൾ എന്നാണ് സൂറത്തിൻ്റെ തലക്കെട്ട് തന്നെ. അത് തുടങ്ങുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെയും സൃഷ്ടിച്ചവൻ ആണ് അള്ളാഹു. അപ്പോൾ ഒരൊറ്റ ആത്മാവിൻ്റെ രണ്ട് വശങ്ങളാണ് സ്ത്രീയും പുരുഷനും. സ്ത്രീക്കോ പുരുഷനോ ആ രംഗത്ത് ഔന്നത്യങ്ങളൊന്നുമില്ല, അധമത്വങ്ങളുമില്ല. പക്ഷേ രണ്ട് വശങ്ങൾ എന്നുള്ള നിലക്ക് രണ്ടു പേർക്കും അവരുടേതായ ദൗത്യമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, അവകാശങ്ങളുമുണ്ട്. ഇത് മനസ്സിലാക്കി അവളെ കേവലം ഒരു വസ്തുവാണ് എന്ന ചിന്തയിൽ നിന്ന് മാറി അവളൊരു സ്വതന്ത്രമായ അസ്തിത്വമാണ് എന്ന് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് ജനങ്ങളെ പരിവർത്തിപ്പിക്കണം. രണ്ടാമതായി, സ്ത്രീ ശരീരത്തെ ഒരിക്കലും തന്നെ പ്രദർശന വസ്തുവാക്കരുത്. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിൽ 59-ാമത്തെ വചനത്തിൽ യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദിനാ യുറഫിന ഫലാ യുദൈന, നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ മാറിലേക്ക് കൂടി നിങ്ങൾ താറ്റിയിടണം, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ മറക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അത് നിങ്ങൾ തിരിച്ചറിയപ്പെടാനും നിങ്ങൾക്ക് എതിരക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനും അതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെൺശരീരത്തെ പ്രദർശന വസ്തുവാക്കുക, പെൺശരീരത്തിൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുക, ആ സൗന്ദര്യ പ്രദർശനത്തിലൂടെ പണമുണ്ടാക്കുക, അതുവഴി മാർക്കറ്റിംഗ് നടത്തുക, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സമൂഹം ഒഴിഞ്ഞു നിൽക്കണം. എങ്കിൽ മാത്രമേ പെണ്ണിൻ്റെ വസ്തുവൽക്കരണം നടക്കാതിരിക്കുകയുള്ളൂ. മൂന്നാമതായി, നിയമപരമായ ലൈംഗികത ആസ്വദിക്കുവാൻ എല്ലാവർക്കും അവസരമുണ്ടാകണം. വിവാഹം ചെയ്യാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകണം. അതിലൂടെയുള്ള ലൈംഗിക സംതൃപ്തി നേടാൻ എല്ലാവർക്കും കഴിയണം. അങ്ങനെ സംതൃപ്തി നേടാൻ കഴിയുന്ന അവസ്ഥാവിശേഷമുണ്ടാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 3-ാമത്തെ വചനത്തിൽ വിവാഹം അത് ചെയ്യുവാൻ അവസരം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതിനുള്ള അവസരം പൂർണ്ണമായി ഉണ്ടാകണം. നാലാമതായി, ഈ അവസരങ്ങളെല്ലാം ഉണ്ടായിട്ടും പെണ്ണിനെ പീഡിപ്പിക്കുന്നവർ, അവളെ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ, നിഷ്കൃഷ്ടമായ നിയമ നടപടികൾ ഉണ്ടാകണം. ഇസ്ലാം പഠിപ്പിക്കുന്നത് പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ, അതിനെതിരെ അതിശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ്. ആ നിയമ നടപടികൾ വളരെ നിഷ്കൃഷ്ടമാണ്. ആ നിയമ നടപടികൾ തീർച്ചയായും ഒരു സമൂഹത്തിൻ്റെ സമാധാനപരമായ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ളൊരു സാമൂഹ്യ സംവിധാനമുണ്ടായാൽ പെണ്ണിനെ അംഗീകരിക്കുന്ന, അവളുടെ സൗന്ദര്യത്തെ പ്രദർശന വസ്തുവാക്കാത്ത, പെണ്ണിനും പുരുഷനും ലൈംഗികത ആസ്വദിക്കുവാനുള്ള നിയമപരമായ മാർഗങ്ങൾ നിലവിലുള്ള, അതോടൊപ്പം തന്നെ പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ വളരെ നിഷ്കൃഷ്ടമായി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായാൽ പെൺപീഡനം അവസാനിക്കും എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇസ്ലാം പ്രയോഗവൽക്കരിക്കപ്പെട്ട നാളുകളിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്.